ഗൈസ്, അങ്ങനെ നമുക്കൊരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഇൻസ്റ്റാളേഷൻ പോകാം. അപ്പോൾ നേറ്റീവിൻ്റെ M0, അതായത് അർബൻ കമ്പനിയുടെ നേറ്റീവ് M0 ആണ് മെഷീൻ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലാറ്റാണ് കേട്ടോ. ഫ്ലാറ്റിൽ ഈ ഒരു പോർഷനിലാണ് വെക്കേണ്ടത്. ആൾറെഡി കസ്റ്റമർ സ്പേസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അറിയില്ല, എന്തായാലും ഇല്ലെങ്കിൽ ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഇവിടെ വെച്ച് നോക്കട്ടെ. ഈ ഹൈറ്റ് ഇതിലോട്ട് കയറുകയോ ഇല്ലയോ നോക്കണേ. ഇത്രയും സെറ്റപ്പായിട്ട് പണിതേക്കണ റിസ്ക് എടുത്ത് ഇത്രയും ഗ്യാപ്പ് സ്വപ്നങ്ങളിൽ മാത്രം. അതായത് ഒരു പേന പോലും ഫുള്ളായിട്ട് കയറില്ല, കറക്റ്റ് അളവ്. എങ്ങാനും ചെറിയ സ്ഥലത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും കഴിഞ്ഞാൽ കയറിയിരിക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പോകുന്ന സമയത്ത് കുറച്ച് പ്രൊസീജിയർ എക്സ്ട്രാ ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഫിൽറ്ററൊക്കെ ബാക്ക് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ പ്രീ ഫിൽറ്റർ വരും. പ്രീ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇതാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ടില്ല. ഇത് അഴിച്ചിട്ട് വേണം നമുക്ക് അത് സെറ്റ് ചെയ്യാം. പ്രീ ഫിൽറ്ററും എനിക്ക് തോന്നുന്നത് ഡ്രില്ല് ചെയ്യേണ്ടി വല്ല ഇവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഡ്രില്ല് ചെയ്ത് വൃത്തിയിടാക്കേണ്ടി വരും. അപ്പം നമുക്ക് ആ ഒരു സൈഡിൽ ഹാങ് ചെയ്യാം. സാധാരണ ഇതേപോലെ ഏടാകൂടെ സ്ഥലങ്ങളിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ എന്ന് വെച്ചാൽ ആദ്യം സ്ക്രൂ ഡ്രൈവർ ചുറ്റിട്ട് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതിലോട്ട് കിട്ടണം. ഇനിയിപ്പോൾ അങ്ങനെ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്ന സാധനമുണ്ട്. ആ ഒരു സാധനം എടുക്കും. ഇതിങ്ങനെ എടുത്ത് ടൈറ്റ് ചെയ്യാം. നല്ലപോലെ ടപ്പിൾ മേടിച്ച ഹാൻഡ് ടൈറ്റ് മതി, ഇല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് വേണ്ടി വരും. ഐസിയുടെ വെട്ടം ഉണ്ടായിരുന്നു. ഐസിയുടെ മണ്ടത്ര കാണിച്ച് ലൈറ്റ് ഇടാണ്ടാണ് ഞാൻ ഇതിനെ പണിതുകൊണ്ടിരുന്നത്. ഫാൻ മാത്രമില്ല. ഇനിയിപ്പം ഈ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീ ഫിൽറ്റർ ഇവിടെ ഹാങ് ചെയ്യാന്നുള്ളതാണ്. പ്രീ ഫിൽറ്റർ ഇവിടെ കിടപ്പുണ്ട്, ഇത് ഹാങ് ചെയ്യാം. ഈ ഒരു സാധനം നമുക്ക് ഒരിക്കലും ഫിറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. എഡ്ജ് ആയതുകൊണ്ട് പൊട്ടിപ്പോകും. കാരണം ഇത് ഇലക്ട്രിക്കൽ ലൈൻ വല്ലതും പോകണമെങ്കിൽ പിന്നെ അത് മതി ഇവിടെ പണി നടക്കാൻ. അപ്പോൾ നോർമലി ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഡ്രില്ല് ചെയ്യാനാണ് ആരെങ്കിലും കസ്റ്റമർ ആണെങ്കിലും ഇപ്പം ഇത് കാണുന്ന ടെക്നീഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഡ്രില്ല് ചെയ്യുമ്പോൾ ചോദിച്ചേക്കണം. കാരണം ഇവന്മാരെ എങ്ങനെയൊക്കെയാണ് ഓടിച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും വർക്ക് ഒപ്പിക്കും. അതേപോലെ തന്നെ ഇവന്മാർ പ്ലംബിങ്ങും കറണ്ടൊക്കെ ചെയ്തേക്കണവന്മാരും എല്ലാം ഒപ്പിക്ക് വെച്ചൊക്കെയായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് ടൈ ഉണ്ട്, ടൈ വെച്ചിട്ട് ഹാങ് ചെയ്യാം. ബ്ലാക്കും വൈറ്റും ഉണ്ട്, ബ്ലാക്ക് വെച്ചിട്ട് ടൈ ചെയ്യാം. ഓക്കെ, ആ സെക്ഷനിൽ അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് ടൈ വെച്ച് കെട്ടാനേ പറ്റുള്ളൂ. ഇവിടെ ഡ്രില്ലിംഗ് ഒന്നും പോസിബിൾ അല്ല. ടൈ വെച്ച് ഇട്ടിട്ട് 1-2 ടൈ കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഇന്നോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര സാധനങ്ങളൊക്കെ നമ്മുടെ നിന്ന് പോകും. ടൈയും ഈ സാധനങ്ങളൊക്കെ ഇതും ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ മേടിക്കണം. ഒന്നും കമ്പനി തരത്തില്ല. അങ്ങനെ ചെറിയ പണികളൊക്കെ നമുക്ക് ടെക്നീഷ്യന്മാരെ കിട്ടും. പിന്നെ ഇതിന് സർവീസ് ചാർജ് എന്ന് പറയാനുണ്ട്. അപ്പം ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ പകുതി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫിൽറ്റർ എല്ലാം എടുത്ത് ബാക്ക് വാഷ് ചെയ്യാം. എന്നാൽ ഈ ഒരു സാധനം നോക്കി, ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. എങ്ങാനും പണി എന്തിരി എങ്ങാനും ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നേനെ. ഇത് കണ്ടിട്ട് ഭയങ്കര ഇതായിപ്പോയി. തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മറ്റേ പച്ച പ്ലാസ്റ്റിക്കിന്റെ മണം. ഇത് പിന്നെയും കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ടാങ്കാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം ഒരേ മെറ്റീരിയൽ അതുകൊണ്ടാണ് തോന്നുന്നു ഒരേ നല്ല കുറച്ച് കംഫർട്ട്, അതായത് കുറച്ചുകൂടി തോന്നുന്നുണ്ട്. M1 M2 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പ്ലാസ്റ്റിക്കിന്റെ ടാങ്കാണ്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇതേപോലെ. ഇത് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫുഡ് ഗ്രേഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ഇനി ഓരോ ഫിൽറ്റർ ആയിട്ട് നമുക്ക് അതിന്റെ ബാക്ക് വാഷ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ആൾറെഡി ഒരു പ്രീ ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ അതിനൊരു ഇവിടെ സെഡിമെന്റ് വരും. സെഡിമെന്റ് പിന്നെ പ്രീ പോസ്റ്റ് കാർബൺ, പിന്നെ പറയുന്നത് ഹെൽത്ത് ബൂസ്റ്റർ ആണ്. ഹെൽത്ത് ബൂസ്റ്റർ എന്നാണ് ഇവർ പറയാറ് നോർമലി. പക്ഷെ ഇവിടെ ഇട്ടേക്കുന്നത് പോസ്റ്റ് കാർബൺ ആണ് കേട്ടോ. പോസ്റ്റ് കാർബൺ ഫിൽറ്റർ. ശരിക്കും ഇവർ ഇതിന്റെ സ്പെക്കി കൊടുക്കുന്നത് ഹെൽത്ത് ബൂസ്റ്ററും അതിനകത്ത് 4 ഫിൽട്രേഷൻ ഉണ്ടെന്ന് പറയണം. പക്ഷേ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഇതിന് ഈ M0 മെഷീൻ ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റേജസ് കുറവാണ്. സ്റ്റേജസ് കുറവായതുകൊണ്ടാണ് ഹെൽത്ത് ബൂസ്റ്റർ മാറ്റിയിട്ട് ചിലപ്പം ഇത് ഇട്ടേക്കുന്നത്. ഏത് പോസ്റ്റ് കാർബൺ ഇട്ടേക്കണം. എന്നാലും പോസ്റ്റ് കാർബൺ ഇടുമ്പോഴും 1, 2, 3, 4, 5 സ്റ്റേജ് മാത്രമാണ് അതിനകത്ത് ശരിക്കും ഉള്ളത്. 5 സ്റ്റേജ് ആണോ ഇത് സെയിൽസിൽ ഇട്ടേക്കണം നമുക്കറിയില്ല. എന്തായാലും നോക്കാം. അത് ഞാൻ നോക്കിയിട്ടില്ല എത്ര സ്റ്റേജ് വരെ അറിയുന്നുള്ളത്. പ്രോപ്പറായിട്ട് ഈ ഒരു M0 മെഷീന് 5 സ്റ്റേജേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതിപ്പോൾ സെഡിമെന്റ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിട്ട്. നോർമലി ഞാൻ എപ്പോൾ പോയാലും ഏത് ഇൻസ്റ്റാളേഷന് പോയാലും സെഡിമെന്റിലെ വെള്ളം കുറച്ച് കളയണം. പിന്നെ ഇവരിനകത്ത് വീഡിയോ എടുക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇതാണ് M0 മെഷീൻ, നേറ്റീവ് M0, അർബൻ കമ്പനിയുടെ നേറ്റീവ് M0 മെഷീൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര സ്പേസ് എന്തോരം വേണം, ഈ സ്പേസ് എന്തോരം വേണം, എത്ര രീതിയിൽ വെക്കാൻ പറ്റും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ നമ്പരെ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി നിങ്ങളുടെ ഡൗട്ടുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. നമ്മൾ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ഇയർ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് മേടിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാ സൈറ്റിലും കിട്ടും. നമ്മുടെ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1000 rupees കൂടി ഓഫ് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും പ്രത്യേകതകളുണ്ട് ഈ മെഷീന്. പിന്നെ
അതൊക്കെയാണ് ഒരു പ്രത്യേകത. ഉള്ള അത്രയും കാര്യങ്ങളുണ്ട് ഈ മെഷീന്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും ചോദിക്കുക. ഇങ്ങനെയൊക്കെ വെക്കാം, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചില കസ്റ്റമർ ചോദിക്കാറുണ്ട്. ഇത് പഴയ ഫിൽറ്റർ നല്ല വെക്കുന്നത്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നേറ്റീവിൻ്റെ ഒരു പ്രീ ഫിൽറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് പ്യൂരിറ്റിനൊക്കെ ഉണ്ടായിരുന്ന ഒരു അതേപോലത്തെ ഒരു മെറ്റീരിയലാണ്, ആ സെയിം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇത് പലതിൻ്റെയൊക്കെ ഒരു സംയുക്തമായ ഒരു മോഡലാണെന്ന് പറയാം. പിന്നെ ടാങ്കൊക്കെ എസ് ഒന്നും ഇല്ല. പിന്നെ ഈ മെഷീനത്തിന് UTC ഇല്ല, അണ്ടർസിങ്ക് ഇല്ല, ഉള്ളി മേലിൽ വെക്കുന്ന മെഷീൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇത് എപ്പോഴും കാണുമ്പോൾ ഒരു ഇതാണ് എന്ന് വെച്ചാൽ നിങ്ങളിത് നേറ്റീവ് M0, M1, M2 Pro ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹൈറ്റാണ്, ഭയങ്കര നീളമാണ്. കാരണം ഇവർ 1 ലിറ്ററിൻ്റെ കുപ്പി നേരെ വെക്കാൻ പറ്റുള്ള ഒരു സെറ്റപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹൈറ്റാണ്. നിങ്ങൾ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ ഇവർക്ക് UTC എന്ന ആ ഒരു സംഭവം ഇല്ല. ഓക്കെ, എനിക്കൊരു കസ്റ്റമർ മെഷീൻ വെച്ച് താഴെ വെക്കുമെന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ എല്ലാ മെഷീനും താഴെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുത്തു. പക്ഷേ അതിന് 14,000 പുള്ളിക്ക് ചിലവായി. അപ്പം ഇതിന് UTC ഇല്ല. അപ്പോൾ നോക്കി മേടിക്കണം കസ്റ്റമർ. പുതിയ വീടൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് വെച്ച് ഫൈനൽ ലുക്കും വർക്കിംഗ് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഈ ഒരു മെഷീൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഓൺ ആക്കി ഇടുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എന്തോരം യൂസ് ഉണ്ട് അതനുസരിച്ചാണ് ഓൺ ആക്കിയിടണം ഓഫ് ആക്കിയിടണം എന്നുള്ളത് നിങ്ങളുടെ സംഭവം വരുന്നത്. നിങ്ങൾ ഫുൾ ടൈം ഓൺ ആക്കി ഇടുന്നത് വെച്ചാൽ ഒരു നല്ല യൂസ് എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഓഫ് ആക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ആൾറെഡി സ്റ്റോർഡായി കിടക്കുന്ന ഇവിടെ ഇച്ചിരി കുളമായി കിടപ്പുണ്ട്. നമുക്ക് ടൈ വെച്ച് നീറ്റ് ആക്കണം. അപ്പോൾ അതുകൂടി ഉണ്ട്. ബാക്കി വേറെ ഒന്നുമില്ല. ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. ഇത് ലൈറ്റ് ഉണ്ടാവും, പിന്നെ ഇതിൽ 3 ലൈറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ആണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഈ ഒരു ഡിം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രോസസ്സിംഗ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയുന്നതെന്ന് അറിയില്ല. ഒരു മിന്നുന്നുണ്ട്. ആ മിന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ടാങ്ക് നിറഞ്ഞതിനകത്തും ഇവിടെ പ്രത്യേകിച്ച് വെള്ളം പിടിച്ചു വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നോർമലി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇത്ര ഉള്ള ഇൻസ്റ്റാളേഷൻ ഇനി യൂസ് ചെയ്താൽ മാത്രം മതി. ഇത് ടാങ്ക് നിറയുമ്പം ഈ ബ്ലിങ് സ്റ്റോപ്പായിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ 2 ഇയർ കൂടുമ്പോഴാണ് സർവീസ്. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം 2 ഇയറും ഈ കയറിയ ഫിൽറ്ററെ കൂടി തന്നെയാണ് പിന്നെയും കയറി വരുന്നത്. അതായത് 2 ഇയർ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ഫിൽറ്റർ തന്നെ. മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ കൂടുമ്പോഴെങ്കിലും അതിൻ്റെ ഫിൽറ്റർ മാറണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കയറുന്ന അഴുക്ക് 2028 ജൂൺ 2-ാം തീയതി വരെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും അഴുക്ക് അതേ കിടക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരും. അതായത് ഈ അഴുക്കുകൾ എവിടെ കിടന്നാലും അത് റീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ റീഫോം ചെയ്തുകൊണ്ടിരിക്കും. അത് ഏത് ബാക്ടീരിയ ആണെങ്കിലും എന്തെങ്കിലും ചെളിയാണെങ്കിലും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു അഴുക്ക് പറ്റി അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പടരും. അവിടുത്തെ ബാക്ടീരിയ ഫോർമേഷൻ എന്ന് പറയും. അതേപോലെ അവിടുത്തെ അഴുക്ക് അങ്ങനെ റീഫോം ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.